ഏറ്റവും നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ് എന്ന് പല ആളുകളും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുമാത്രമല്ല അവർ ചോദിക്കുന്നത് എങ്ങനെ ഇത് കറക്റ്റായിട്ട് എടുക്കാം. കാരണം പലപ്പോഴും ഇൻഷുറൻസ് എടുത്തതിന് ശേഷം അവർക്ക് ക്ലെയിം കിട്ടാതെ പണം അവർ തന്നെ അടയ്ക്കേണ്ട ഒരു സാഹചര്യം എത്താറുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം നമുക്ക് പെട്ടെന്നൊരു അസുഖം വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1,00,000 രൂപയൊക്കെ ബില്ലാവും, ചിലപ്പോൾ 3,00,000 രൂപയൊക്കെ ബില്ലാവും. ഇനി അതേ അവസ്ഥയിൽ അത് ICUയിലോട്ടാണ് അദ്ദേഹം അഡ്മിറ്റ് ആവുന്നതെങ്കിൽ അത് 20,00,000 രൂപ വരെയൊക്കെ ആവാറുണ്ട്. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു കാർഡിയാക് സർജറി വേണമെങ്കിൽ 30,00,000 40,00,000 രൂപയൊക്കെ വരും. അപ്പം നമുക്കത് താങ്ങാനായിട്ട് പറ്റില്ല. മിക്ക കുടുംബങ്ങൾക്കും ആ ഒരു എമൗണ്ട് താങ്ങാനായിട്ട് കഴിയില്ല. അപ്പോൾ ശരിക്കും ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോലെ നമുക്ക് അസുഖം വരുന്ന സമയത്ത് നമ്മൾ പണം അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ 3 എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. 34 വയസ്സുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ഡെങ്കി പനി വരികയും അദ്ദേഹത്തിൻ്റെ ബില്ല് 87,000 രൂപ വരികയും ചെയ്തു. അദ്ദേഹത്തിന് പണമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈക്ക് വിറ്റിട്ടാണ് പണം അടച്ചത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു കാർഡിയാക് സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. അയോർട്ടയിൽ ഒരു പ്രോബ്ലം വന്നിട്ട് ഏകദേശം 10,00,000 മുകളിൽ അദ്ദേഹത്തിന് ചിലവ് വന്നു. ആ ഒരു ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു 10,00,000 മുകളിലുള്ള കവറേജ് കിട്ടുകയും അദ്ദേഹം വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷനോടെ പറയാം. അതായത് ഒരു വളരെ പ്രായമുള്ളൊരു സ്ത്രീക്ക് ഇതുപോലെ ഒരു സർജറിയുടെ ആവശ്യത്തിന് വേണ്ടി ക്ലെയിം കൊടുത്തപ്പോൾ അത് റിജക്റ്റായി. കാരണം അവർ നേരത്തെ കൊടുത്ത ഇൻഫർമേഷൻ്റെ അകത്ത് അവർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് മുമ്പേ ഉള്ള അസുഖത്തിൻ്റെ വിവരണം പ്രോപ്പറായിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആ ക്ലെയിം റിജക്റ്റായി. അപ്പോൾ നമ്മൾ ഓരോ ഇൻഷുറൻസിലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കുറേ പോയിൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാം. അപ്പം പല ആളുകളുടെയും മനസ്സിൽ വരാം, ഒത്തിരി കമ്പനികളുണ്ടല്ലോ, ഇതിൽ നിന്ന് എന്തെടുക്കും, അല്ലെ ഏതാണ് ബെസ്റ്റ് എന്ന് എങ്ങനെ തിരിച്ചറിയാം ഡോക്ടറിനൊന്ന് പറഞ്ഞൂടെ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. കാരണം ഒരു പ്രത്യേക ഒരു ഇൻഷുറൻസ് കമ്പനി എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. കാരണം ചില പോയിന്റുകൾ ഒരുമിക്കണം. അത് നിങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഏത് ഇൻഷുറൻസ് നല്ലതെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ സ്പെസിഫിക് ഈ കമ്പനിയാണ് നല്ലത് എന്ന് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് അത് ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പല ആളുകൾക്കും പല രീതിയിലായിരിക്കും അവരുടെ ആവശ്യം. അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള പല ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട്. കാരണം ഞാൻ പറയുന്നത് ചിലപ്പോൾ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് നോക്കി എടുത്ത് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഫിൽറ്റേഴ്സൊക്കെ ഇട്ട് അപ്ലൈ ചെയ്ത് പല കമ്പനികളെയും കമ്പയർ ചെയ്തൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ആദ്യം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു ലിങ്ക് വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു കുറേ ഹെൽത്ത് ഇൻഷുറൻസുകൾ കാണാൻ പറ്റും. ഇത് ഏകദേശം ഇന്ത്യയിലുള്ള 51ഓളം ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഇതെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പോളിസികൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം, അല്ലേ? നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ നോർമൽ ഇൻഫർമേഷൻ ആദ്യം കൊടുക്കണം. നമ്മുടെ പേര് കൊടുക്കണം, നമ്മുടെ പ്രായം കൊടുക്കണം, എന്നിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്യണം. എന്തൊക്കെയാണ് പിക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് നമുക്ക് റൂമിൻ്റെ ലിമിറ്റ് എത്രയാണ് വേണ്ടതെന്ന് പിക്ക് ചെയ്യണം. അതുപോലെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും അഡീഷണൽ കവറേജ് വേണോ എന്നുള്ളത് പിക്ക് ചെയ്യണം. അങ്ങനെ പല പല ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 3-4 കമ്പനികൾ നമുക്ക് കിട്ടും. അത് കമ്പയർ ചെയ്തതിന് ശേഷം നമുക്കനുസരിച്ചിട്ടുള്ളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. അപ്പോൾ ഓൺലൈനായിട്ട് ഈ ഒരു ലിങ്ക് വഴി എടുക്കുകയാണെങ്കിൽ 25% വരെ അതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുമെന്നും കാണാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതൊക്കെ ഹോസ്പിറ്റലിൽ റീഇംബേഴ്സ്മെൻറ്റ് നൽകുന്നു അല്ലെങ്കിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് നൽകുന്നു എന്നുള്ളത് ആദ്യം അറിയണം. അതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ എത്ര കവറേജ് കിട്ടുമെന്നല്ല അറിയേണ്ടത്, നിങ്ങളുടെ അവിടെ ചുറ്റിനുമുള്ള നിങ്ങൾ സ്ഥിരമായി പോകുന്ന ആ ഒരു സ്ഥലത്ത് അത് കവറേജ് ഉണ്ടോ, റീഇംബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പം അത് നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ ഏത് ഇൻഷുറൻസ് വേണമെന്നുള്ളത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പോളിസിയുടെ എമൗണ്ട്. അതായത് എത്ര കവറേജ് നമുക്ക് കിട്ടും എന്നുള്ളത് അറിയണം. പല ആളുകളും അത് മാത്രമേ നോക്കാറുള്ളൂ, വേറെ ഒന്നും നോക്കാറില്ല. 5,00,000 രൂപ കവറേജ് അല്ലെങ്കിൽ 1,00,000 രൂപ കവറേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്മോൾ പ്രീമിയം നമ്മൾ എടുത്തു വെച്ചാൽ വലിയൊരു ബില്ല് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇപ്പോൾ 5,00,000 രൂപ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകളൊക്കെ. പക്ഷെ അത് തികയില്ല ചിലപ്പം ഒരു ICU അഡ്മിഷനൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ഏതാണ് മികച്ചതെന്ന് നോക്കണമെങ്കിൽ ഏകദേശം 12ഓളം പോയിന്റുകൾ നോക്കണം.
അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കവറേജ് എമൗണ്ട് ആണ്, അല്ലെങ്കിൽ സം ഇൻഷുർഡ്, അല്ലെങ്കിൽ സം ഇൻഷുർഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് അറിയേണ്ടത്. അപ്പോൾ മിക്ക ആളുകൾക്കും അതാണ് ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പോളിസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്ക് എനിക്ക് കവറേജ് കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് എത്ര അസുഖം വരെ എത്ര പണം വരെ നമ്മുടെ അസുഖത്തിൽ കവറാവും. ഇതാണ് മിക്ക ആളുകളും അറിഞ്ഞത്. പക്ഷേ ഇത് മാത്രം അറിഞ്ഞാൽ പോരാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മളൊരു വൈറൽ പനി വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച അഡ്മിറ്റായി കിടക്കുകയാണെങ്കിൽ അവിടെ 20,000 മുതൽ ഒരു 50,000, 70,000, 80,000 വരെയൊക്കെ ചിലവാകാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിവിജ്വൽ പ്ലാനാണോ എടുക്കുന്നത്, അതായത് ഒരാൾക്ക് മാത്രമായിട്ടുള്ള പ്ലാനാണോ അതോ പാരൻസിനും കൂടെ ചേർത്തിട്ടാണോ നമ്മൾ എടുത്തത്. ഇപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളുകൾക്ക് 5 ലക്ഷം വരെ അല്ലെങ്കിൽ 10 ലക്ഷം വരെയൊക്കെ കവറേജ് വേണം. പ്രായമുള്ള ഒരാളാണെങ്കിൽ 20 മുതൽ 25 ലക്ഷം വരെയൊക്കെ കവറേജ് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾക്ക് എപ്പോഴും അസുഖം വരുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ കുറച്ചും കൂടെ സം ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു പ്രീമിയം വേണം നമ്മൾ എടുക്കാൻ. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ. അത് വളരെ പ്രധാനമാണ്. കാരണം പോളിസിയൊക്കെ നമ്മൾ എടുക്കും, പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഇത് കവറേജ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടി നടക്കേണ്ടി വരും. റീഇംബേഴ്സ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ പൈസ അടച്ചിട്ട് അവർ തിരിച്ചു തരുന്നൊരു മാർഗ്ഗമാണ്. അപ്പം ഹോസ്പിറ്റൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാൻ തന്നെ എടുക്കുന്നതാണ് നല്ലത്, നമ്മുടെ ചുറ്റിനുമുള്ള. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. അപ്പം പെട്ടെന്നൊരു എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആംബുലൻസ് പിടിച്ച് 30 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ ഒക്കെ ദൂരെ പോകാൻ പറ്റില്ല. നമ്മൾ അവിടെ അഡ്മിറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കും നമ്മൾ പോകുന്നത്. ആ ഒരു ഹോസ്പിറ്റൽ ഈ ഒരു റീഇംബേഴ്സ്മെൻറ്റ് അല്ലെന്നും ഒരു ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഈസിയാണ്, വളരെ എളുപ്പമാണ്. അത് അവർ ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. നമുക്ക് ഒന്നും പണം അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, ഞാൻ വീണ്ടും ആവർത്തിച്ചു. മൂന്നാമത്തത് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. എന്താണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്? ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു 5 ലക്ഷം രൂപയുടെ സം ഇൻഷുർഡ് ആണ് എടുക്കുന്നതെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ ക്ലെയിം ചെയ്ത് ആ ഒരു എമൗണ്ട് കഴിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ റീസ്റ്റോറേഷൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ ഫുൾ കവറേജ് വീണ്ടും ഒരു വട്ടം കൂടെ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതാണ് ആ സെയിം ഇൽനെസ്സിന് ആ വർഷം തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് ഒരു പ്ലാനുകളിലാണ് അത് ലഭിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യും വേണം. ഓക്കെ, അപ്പം ഡബിൾ പ്രൊട്ടക്ഷനാണ് നമുക്ക്, പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ കോസ്റ്റ് ഇല്ലാതെ കിട്ടുന്ന ഒരു മെത്തേഡാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്. അത് മനസ്സിലാക്കണം. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം റൂം റെൻറ്റിൻ്റെ ക്യാപ്പിംഗ് ആണ്. ഇതും വളരെ കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. മിക്ക വ്യക്തികൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അതായത് പല വ്യക്തികളും വിചാരിക്കുന്നത് എനിക്ക് ചെറിയൊരു റൂം റെൻറ്റ് മതി എന്നാണ് കരുതുന്നത്. റൂം റെൻറ്റിൻ്റെ ലിമിറ്റ് പല പ്ലാനുകളിലും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ചില പ്ലാനുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും 3,000 രൂപയെ ഒരു ദിവസം തരുള്ളൂ, അല്ലെങ്കിൽ പറയും 1% ഓഫ് ദി സം ഇൻഷുർഡേ തരുള്ളൂ എന്ന് പറയും. നിങ്ങൾ 1 ലക്ഷം ആണെങ്കിൽ അതിനനുസരിച്ച് 1% മാത്രമേ തരുന്ന റൂമിൽ നിങ്ങൾക്ക് കിടക്കാൻ പറ്റൂ. ഇനി അഥവാ അത് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിനും അത് വലിയ വ്യത്യാസം വരും. അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് നമുക്ക് ടോട്ടൽ ബില്ലിൻ്റെ എമൗണ്ടും തീരുമാനിക്കുന്നത്. നമുക്ക് വേറൊരു മെത്തേഡുണ്ട്, സിംഗിൾ AC റൂം കവർ കിട്ടുന്ന രീതിയിൽ പ്ലാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ഇൻഷുറൻസുകളുണ്ട്. അതായത് ഒരു സിംഗിൾ AC റൂം നൽകുന്ന രീതിയിൽ, കോസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല, അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട്. അപ്പം എപ്പോഴും റൂം എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. ഇനി മെറ്റേണിറ്റി കവറേജ് ഉള്ള ഇൻഷുറൻസ്, പ്രത്യേകിച്ചും സ്ത്രീകൾ എടുക്കുവാണെങ്കിൽ, അതായത് ഒരു ലേഡി പ്രഗ്നൻ്റ് ആകാൻ പോവുകയാണ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചേ ഉള്ളെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതും കൂടെ ഉള്ളത് എടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, മെറ്റേണിറ്റി ബെനിഫിറ്റ് കവറുള്ള ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രസവവും കോംപ്ലിക്കേഷൻ ആയാലും കുഴപ്പമില്ല, അഥവാ കുട്ടി എന്തെങ്കിലും ICUയിൽ കുറച്ച് ദിവസം കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. അപ്പം ഈ പോളിസി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്ന് ചോദിക്കുക. അത് കഴിഞ്ഞിട്ടേ പ്രഗ്നൻ്റ് ആയാലേ അത് പ്രഗ്നൻസി കവർ ആവുള്ളൂ. പിന്നെ കുട്ടി ജനിച്ച അന്ന് മുതൽ കവറേജ് കിട്ടുമോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യണം. അപ്പം കുട്ടി ജനിക്കുന്നത് നമുക്ക് ബ്ലെസ്സിങ് ഒക്കെയാണ്, പക്ഷെ അത് കാരണം ഫൈനാൻഷ്യൽ ബേർഡൻ ഒരു ഫാമിലിക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തു വയ്ക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. അതായത് പ്രീ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആയതിനു ശേഷം. കാരണം അഡ്മിഷൻ മാത്രമല്ല നമുക്ക് വേണ്ടത്, കാരണം അതിന് മുമ്പ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോകും, പല കൺസൾട്ടേഷൻ എടുക്കും, ബ്ലഡ് ടെസ്റ്റ് എടുക്കും, മരുന്നുകൾ തന്നുവിടും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അഡ്മിറ്റ് ആവുന്നത്. അത് കഴിഞ്ഞതിന് ശേഷവും കുറേ ഫോളോ അപ്പ് ഉണ്ടാവും, ഫിസിയോതെറാപ്പി ഉണ്ടാവും, പല മെഡിസിൻസ് വരും, പല തരത്തിലുള്ള പിന്നെയും വരേണ്ടതൊക്കെ വരും. അതും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പണം ചിലവാവില്ല. അപ്പോൾ 30 ദിവസം മുമ്പും ഒരു 60 ദിവസം ശേഷവുമുള്ള രീതിയിൽ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് പ്രീയും കിട്ടും, അതായത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കിട്ടും,
അഡ്മിറ്റ് ആകുമ്പോഴും കിട്ടും, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും കിട്ടും. അപ്പോൾ അതും കൂടെ നോക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വേറൊരു പ്ലാനുണ്ട്, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവറേജ്. ഇപ്പോൾ പല ആളുകൾക്കും ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, ആസ്മ ഉണ്ടാവും, തൈറോയ്ഡ് ഉണ്ടാവും, ചില സർജറി ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. അത് ഒളിച്ചു വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒട്ടും ഇൻഷുറൻസ് കിട്ടില്ല. അപ്പം നേരത്തെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. പല പോളിസികളും 2 മുതൽ 4 വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. പക്ഷേ ഇന്നിപ്പം പല പോളിസികളും അങ്ങനെ കറക്റ്റായിട്ട് എടുത്താൽ ഡേ 1 മുതൽ കിട്ടുന്ന രീതിയിലുണ്ട്. ഇപ്പം ഡയബറ്റിക് ആണെന്ന് നേരത്തെ പറഞ്ഞ് എനിക്ക് ആ കവറേജ് വേണം ആദ്യത്തെ ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഗുണം അന്ന് മുതലുള്ള രീതിയിലുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് പറയണം. കാരണം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ക്ലെയിം റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. അപ്പം നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ആദ്യം മുതൽ തന്നെ കവറേജ് വേണമെന്ന് പറയുക. ഇനി സബ് ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഈ സബ് ലിമിറ്റ് ഒരു ട്രാപ്പാണ്, ഒരു സൈലന്റ് ട്രാപ്പാണെന്ന് പറയാം. ഈ സബ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റൂം റെന്റ് 2000 രൂപയെ ഒരു ദിവസം പറ്റുള്ളൂ, അത് സബ് ലിമിറ്റാണ്. കാട്രാക്ട് 20,000-ൽ താഴെ ഉള്ളതാണെങ്കിൽ കവറേജ് ആവും. സർജറി 1 ലക്ഷത്തിൻ്റെ താഴെയാണെങ്കിൽ കവറേജ് ആവും. അപ്പം 3 ലക്ഷം ബില്ലായ പിന്നെ 2 ലക്ഷം നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ സബ് ലിമിറ്റ് എന്നുള്ള വാക്കുണ്ടോ നോക്കുക. സബ് ലിമിറ്റ് ഇല്ലാത്ത പോളിസികൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സബ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സബ് ലിമിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ പണം നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OPD അതുപോലെ ഡേ കെയർ പ്രൊസീജിയറും കവറേജ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ OPD എന്ന് പറഞ്ഞാൽ ദിവസവും വന്ന് നമ്മൾ ഡോക്ടറിനെ കാണുന്നു, തിരിച്ചു പോകുന്നു. ഔട്ട് പേഷ്യൻറ്റ് ഡോക്ടർ വിസിറ്റാണ്. അവിടെ ചിലപ്പം ചില ടെസ്റ്റുകൾ ഉണ്ടാവാം, ചിലപ്പോൾ ഡെൻ്റൽ ചെക്കപ്പ് ഉണ്ടാവാം, ഐ ചെക്കപ്പ് ഉണ്ടാവാം. അതും കൂടെ കവർ ചെയ്യുന്നതാണെങ്കിൽ ബെറ്ററാണ്. ഡേ കെയർ പ്രൊസീജിയർ ഉണ്ട്, ചില ഡേ കെയർ സർജറീസ് ഉണ്ട്, ചില പ്രൊസീജിയേഴ്സ്. ഇപ്പം 24 മണിക്കൂർ താഴെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് പല ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ കാട്രാക്ട് സർജറി, കീമോതെറാപ്പി, ഡയാലിസിസ്, അതുപോലെ തന്നെ നമ്മൾ ENTയിൽ ചില സർജറീസുകളോ, വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം 24 മണിക്കൂറിൻ്റെ താഴെ മതി. അപ്പോൾ അത് കവറേജ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എടുത്തു ചോദിക്കണം. എടുത്തു ചോദിക്കുകയും അത് കവറേജ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുകയും ചെയ്യുക. അതുകൊണ്ടുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം 90% ഹോസ്പിറ്റൽ വിസിറ്റും നമുക്ക് 24 മണിക്കൂറിൻ്റെ താഴെ സ്റ്റേ ചെയ്താൽ മതി. അപ്പോൾ അതും കൂടെ കിട്ടുവാണെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ അതും കൂടെ ഉള്ള നോക്കിയെടുക്കുക. ഇനി അടുത്തത് ഇൻ ഹൗസ് ക്ലെയിം സെറ്റിൽമെൻ്റ് ആണോ അതോ TPA ആണോ അത് സെറ്റിൽ ചെയ്യുന്നത് നോക്കുക. TPA എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണോ നോക്കുക. ഇപ്പോൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും പേപ്പർ വർക്കൊക്കെ നടക്കുന്നത്. ഇൻ ഹൗസ് അവരുടെ ടീമിൽ തന്നെ ക്ലെയിം ടീം ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. അപ്പോൾ അത് മിക്ക കമ്പനികളും, വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും ഇപ്പം ഇൻ ഹൗസ് ക്ലെയിം ടീം ഉണ്ട്. അപ്പോൾ അതുള്ളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കുറേ ഡിലേ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ പിറകെ ചിലപ്പം ചോദിച്ചെടുക്കാൻ സമയമെടുക്കും. അടുത്തതായിട്ട് നോക്കേണ്ടത് CSR അല്ലെങ്കിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ക്ലെയിം അപ്രൂവ്ഡ് ബൈ ദ കമ്പനി ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്ലെയിം റിസീവ്ഡ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ IRDA ആനുവലി ഇത് എത്രയാണ് ഓരോ കമ്പനികളുടെയും CSR എന്നുള്ളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും ഏത് കമ്പനിക്കാണ് ബെറ്റർ എന്നുള്ളത്. 95% മുകളിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നല്ലതാണ്. ലോ CSR ആണെങ്കിൽ ഹൈ റിജക്ഷനാണ്. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. അപ്പോൾ കമ്പനി ഫേമസ് ഉള്ളതല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, CSR എത്രയാണ് അതിൻ്റെ ബെറ്റർ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. അപ്പം നമ്മൾ വളരെ ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം കൂടെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഏറ്റവും അവസാനമായിട്ട് വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾ മനസ്സിലാക്കണം. ജനറൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 30 ദിവസം. ഇപ്പം ആക്സിഡൻ്റ് അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും 30 ദിവസം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കാണും. ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡിസീസിന് ചിലത് കാണും. ഇപ്പോൾ ഹെർണിയ, ടോൺസിൽ പോലുള്ള 2 വർഷം കഴിഞ്ഞിട്ട് സർജറി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് അസുഖമുള്ളവർക്ക് ചില 2 മുതൽ 4 വർഷമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ പിന്നെ കവറേജ് കിട്ടും എന്നുള്ളത് പറയും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കണം, എത്രയാണ് അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം വെയിറ്റിംഗ് പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ അസുഖത്തിന് അത് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഏറ്റവും കുറവ് വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു നമ്മൾ കാറിൻ്റെയൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നവരാണ്. എപ്പോഴാണ് ഒരു അപകടം പറ്റുന്നത് അറിയില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ സ്മാർട്ടറായിരിക്കണം, വളരെ ബുദ്ധിപൂർവ്വം വേണം ഈ ഇൻഷുറൻസ് ചൂസ് ചെയ്യാൻ. അപ്പോൾ അതിന് ഈ 12 പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ ഒരു സമ്മറി പറയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളിത് കമ്പയർ ചെയ്ത് നോക്കണം. ആദ്യം ഏത് ഇൻഷുറൻസ് ആണ് ബെറ്റർ എന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി കമൻറ്റിൽ അങ്ങനെ ഒരു ലിങ്ക് കാണും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണും.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇന്ത്യയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസുകളെ ഒരുമിച്ച് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കൃത്യമായി അത് മെൻഷൻ ചെയ്യണം. അല്ലെങ്കിലാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. കാരണം അത് പിന്നെ പോളിസി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതാണ് ഏറ്റവും ക്ലെയിം റിജക്ഷൻ ഉണ്ടാകുന്നത്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല പല പ്ലാനുകളുണ്ടാവും. പിന്നെ നമ്മൾ ഫിൽറ്റർ ഓൺ ആക്കണം. ഫിൽറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് സജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ റൂം റെൻറ്റ് എത്രയാണ് വേണ്ടത്? OP കവറേജ് വേണോ? അതുപോലെ തന്നെ നമുക്ക് ഈ ഡേ കെയർ പ്രൊസീജിയേഴ്സിന് അത് വേണോ? അത് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ റീഇംബേഴ്സ്മെൻ്റ് ആണോ ക്യാഷ്ലെസ് ആണോ വേണ്ടത്? അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഹോസ്പിറ്റലായിരിക്കണം കവറേജ് ഉണ്ടോ എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് നോക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കമ്പനികളുടെ പോളിസികളെല്ലാം ഒരുമിച്ച് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഒരു 3-4 സാധനങ്ങൾ ഒരുമിച്ച് കിട്ടും. അതായത് 3-4 ഒരു കമ്പനികളായി ഇപ്പോൾ കിട്ടിയത്. ഇനി അതിനെ കമ്പയർ കൊടുക്കുമ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. വല്ല സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കോൾ ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് അവർ ഡിസ്കസ് ചെയ്യാനായിട്ട് വിളിക്കുകയും ചെയ്യും. വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കും. ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാനും പറ്റും. ഈ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 25% വരെ ഡിസ്കൗണ്ട് വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാതെ എടുക്കരുത്. കാരണം ഒരാൾ പറയുന്നത് വിശ്വസിച്ച് ഒരു കാരണവശാലും ഇൻഷുറൻസ് എടുക്കരുത്. നമ്മുടെ കാര്യങ്ങളോട് നോക്കണം. അതായത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണോ? പ്രീമിയത്തിൻ്റെ എമൗണ്ട് അല്ല നോക്കേണ്ടത്, അത് നോക്കണം. അതിനോടൊപ്പം ചില 10ഓളം കാര്യങ്ങൾ വരെ 11ഓളം കാര്യങ്ങളോടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ. ഇത് മനസ്സിലായല്ലോ? ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.